തിരുവനന്തപുരത്ത് കുടിവെള്ളം പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും 3-4 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ പമ്പിംഗ് ആരംഭിക്കാൻ കഴിയൂ എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. ഇപ്പോഴും നഗരവാസികൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നതിനിടയിൽ നഗരത്തിൽ കനത്ത മഴ പെയ്യുകയാണിപ്പോൾ. പ്രവൃത്തി താൽക്കാലികമായി, അതുകൊണ്ട് ഈ കുടിവെള്ളം എത്തിക്കാനുള്ള അലൈൻമെൻറ്റ് ശരിയാക്കുന്ന പ്രവൃത്തി ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആകപ്പാടെ നഗരവാസികൾ വല്ലാതെ വലയുന്ന സമയത്താണ് ഓർക്കാപ്പുറത്ത് മഴയും പെയ്യുന്നത്. മലപ്പുറത്ത് പള്ളിപ്പുറത്ത് ഇന്ന് വിവാഹത്തിനാകേണ്ടിയിരുന്ന യുവാവിനെ 3 ദിവസമായി കാണാനില്ല. ഇപ്പോഴും കണ്ടുകെട്ടിയിട്ടില്ല. 4-ാം തീയതി പാലക്കാട്ടേക്ക് പോയ വിഷ്ണുജിത്തിനെ കുറിച്ചാണ് ഒരു വിവരവും ഇല്ലാത്തത്. നവവരൻ്റെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഈ രംഗങ്ങൾ ആരും പ്രതീക്ഷിച്ചു കാണില്ല. ആനന്ദത്താൽ നിറയേണ്ട ഈ വീട് ഇന്ന് ആകെ നിശ്ചലമാണ്. വിവാഹാഘോഷം നടക്കേണ്ട വീട് ഇന്ന് ശോകമുഖമാണ്. എല്ലാ മുഖങ്ങളിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. 8 വർഷം പ്രണയിച്ച യുവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു വിഷ്ണുജിത്ത്. വിവാഹ ചെലവുകൾക്ക് പണം കണ്ടെത്താൻ ഈ മാസം 4-ന് പാലക്കാട് പോയതാണ്. പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. പാലക്കാട് കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി പോയതായിരുന്നു. അവിടുന്ന് അവന് 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ കൊണ്ട് സ്റ്റേഡിയം വരെ വന്നു എന്നാണ് പറയണത്. അവിടുന്നാണ് മിസ്സായത്. പിന്നെ ഒരു വിവരവുമില്ല. 4-ന് വൈകുന്നേരം 8 മണിയോടെ വിഷ്ണുജിത്ത് കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു. അന്ന് ബന്ധുവീട്ടിൽ താമസിക്കുമെന്നും അടുത്ത ദിവസം മടങ്ങിവരാമെന്നുമാണ് പറഞ്ഞത്. പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. വിഷ്ണുജിത്തിന്റെ പക്കൽ സുഹൃത്തു നൽകിയ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നതായി സഹോദരി പറയുന്നു. അവളോട് പറഞ്ഞൂന്ന് പിന്നെ ഒരു ചെറിയ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അത് തീർത്തിട്ട് വരാന്ന് അവളോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോടും പറഞ്ഞു പിന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവളോട് അതുപോലെ മുണ്ടൂര് ആണ് തിരിച്ചു വരുന്നുണ്ട് എന്നും പറഞ്ഞൂന്ന്. കാണാതായ ദിവസം രാത്രി 8:10-ന് പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്ത് വെച്ചാണ് യുവാവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്ന് പോലീസ് കണ്ടെത്തി. പയ്യൻ 4-ാം തീയതി പോയിട്ടാണ് മനസ്സിലാവുന്നത്. അത് 4-ാം തീയതി രാത്രി കഞ്ചിക്കോട് ഭാഗത്ത് വെച്ച് ഒരു 8-10 മണിയോടെ പയ്യന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ട്. 2 സംഘങ്ങൾ അവിടെ അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് അതുപോലെ കോൾ ഡീറ്റെയിൽസ് എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അന്വേഷണം നടത്തി വരികയാണ്. തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം പറയുന്നു. പോലീസ് 2 ടീമുകളായി തിരിഞ്ഞ് പാലക്കാട് കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ ദുഃഖത്തിനിടയിലും വിഷ്ണുജിത്ത് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയാണ് ബാക്കി. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ആമിന പറയുന്നു, നഗരത്തിൽ ചെറിയ മഴയല്ലേ ഉള്ളൂ, ഇനി അതിൻ്റെ പേര് പറഞ്ഞ് പണി നിർത്തി വെക്കരുത്. ആൾക്കാർ പ്രാഥമിക കർമ്മങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ വലയുകയാണ്. ഈ രീതിയിലാണ് ആമിനയുടെ യൂട്യൂബ് സന്ദേശം പറയുന്നത്.